6-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകുകയാൽ നാം പാപം ചെയ്യുക ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നതിന് ദാസന്മാരാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാവത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ കഴിയും. എന്നാൽ നിങ്ങൾ പാവത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അനുസരിക്കും അധർമ്മത്തിനും അനുകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അധർമ്മങ്ങളാക്കി സമർപ്പിക്കും. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വന്തരായിരുന്നല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു തന്നെ. അതിന്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരാക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനം ആകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ തന്നെ. ഒരു വാക്കുകൂടി പ്രാർത്ഥിക്കാം. പിതാവേ, നിങ്ങളുടെ വചനം അറിയുന്നവർ സംസാരിക്കണം, മഹത്വം തിരുവനെടുക്കണമേ. യേശു കർത്താവിന്റെ അതേ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. വളരെ വേഗത്തിൽ ഇതിൽ നിന്നുള്ള ആലോചനകൾ ഒരുമിച്ച് പങ്കുവെക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു പാട്ട് പാടി, ഹൗ ദൈൻ ഓൺ വേ ലോർഡ്, ഹൗ ദൈൻ ഓൺ വേ, നിന്നിഷ്ടം ദയവായിട്ടെ, ഞാനോ മൺപാത്രം നിൻകരത്തെ. അപ്പോൾ നമ്മൾ ദൈവകരങ്ങളിലെ ആയുധങ്ങളാ, പാത്രങ്ങളാ എന്ന് നമ്മൾ പാടുകയാണ്. അങ്ങാണ് ഞങ്ങളുടെ യജമാനൻ, അങ്ങാണ് ഞങ്ങളുടെ ഉടയർ, ഞങ്ങളെ നിർമ്മിച്ചവർ എന്നെല്ലാം നമ്മൾ പാടുകയാണ്. നമ്മൾ വായിച്ച വേദഭാഗം ഒരുമിച്ച് ധ്യാനിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്തുനിന്ന് 3 ചിന്തകൾ വേഗത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത്തെ ചിന്തയ്ക്ക് ഞാൻ കൊടുക്കുന്ന പേര്, ഞാനൊരു അടിമയാണ്, അല്ലെങ്കിൽ ഞാനൊരു ദാസനാണ്. ഒന്നാമത്തെ ചിന്ത. 2, എനിക്കൊരു യജമാനനുണ്ട്, എനിക്കൊരു മാസ്റ്ററുണ്ട്. രണ്ടാമത്തെ ചിന്ത. 3, എന്റെ യജമാനൻ എനിക്ക് ശമ്പളം തരും, അല്ലെങ്കിൽ പ്രതിഫലം തരും. മൂന്നാമത്തെ ചിന്ത. 3 കാര്യങ്ങളായിരിക്കും വേഗത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ, ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ നമ്മൾ വായിക്കാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാനൊരു ദാസനാണ്, അല്ലെങ്കിൽ ഞാനൊരു അടിമയാണ്. ഐ ആം എ സെർവന്റ്, അല്ലെങ്കിൽ ഐ ആം എ സ്ലേവ്. ഞാനൊരു സെർവന്റ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു സ്ലേവാണ്. ഞാൻ ആർക്കാ സ്ലേവായിട്ടുള്ളത്? ഞാൻ എൻ്റെ പേപ്പറിൽ ഇത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോള് വന്ന് നോക്കി. അവിടെ നോക്കിയിട്ട് ഇങ്ങനൊരു കാര്യം ചോദിച്ചു, അച്ഛാ ഇന്നത്തെ കാലത്ത് ഉണ്ടോ ഈ അടിമ സമ്പ്രദായമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ചോദിക്കട്ടെ, ദാസൻ എന്ന് പറയുമ്പോൾ 3 തരം ദാസന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബൈബിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, തിരിഞ്ഞ് നോക്കിയാൽ 3 തരം ദാസന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് സ്ലേവ്, അല്ലെങ്കിൽ അടിമ. ഇപ്പം അടിമ വ്യാപാരമൊക്കെ നൃത്തം ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം. അടിമ. രണ്ടാമത് സെർവന്റ് എന്ന് പറഞ്ഞാൽ ദാസൻ. മൂന്നാമത് അടിമയുമല്ല ദാസനുമല്ലാത്ത മറ്റൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. ആ പദത്തിന്റെ പേര് ബോണ്ട് സെർവന്റ് എന്ന് പറഞ്ഞാൽ, ബോണ്ട് സെർവന്റ് എന്ന് പറഞ്ഞാൽ ആ പദം ബോണ്ട്, ഒരു നിയമത്താൽ ബന്ധിക്കപ്പെട്ട ദാസൻ. പ്രിയമുള്ളവരെ, ദൈവവചനം ദൈവമക്കളായ നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്കവാറും ദൈവദാസന്മാരെന്നാരെ വിളിക്കാറുള്ളത്. എന്നെയും റജീബ്രതനെയൊക്കെ കണ്ട ഉടനെ വിളിക്കും, ദൈവദാസൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയും. ബാക്കിയുള്ളവരൊക്കെ ദൈവദാസന്മാരെന്ന് സാധാരണ വിളിക്കാറില്ല. പക്ഷെ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് നമ്മളെല്ലാവരും ആര് തന്നെയാണ്? ദൈവത്തിന്റെ
ദാസന്മാർ തന്നെയാണ്. അപ്പം ഇതിൽ ദൈവവചന പ്രകാരം നമ്മളൊക്കെ വിളിക്കുന്ന ഒരു പേര് ഐ ആം എ ബോൺ ടു സെർവന്റ് എന്ന് പറഞ്ഞാൽ നിയമത്താൽ ബന്ധിക്കപ്പെട്ട ഒരു ദാസൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ പദം ഇത്തിരി കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അത് സാധാരണ സെർവന്റ് അല്ല, ഒരു അടിമയ്ക്ക് തുല്യമായ വ്യക്തികളായ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും അടിമകളാണ്. എങ്ങനെയാ? കർത്താവ് ജനിച്ചപ്പോഴേ അടിമയായതല്ല, പകരം നമ്മൾ ഓരോരുത്തരും ഒരു നിയമത്താൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബന്ധനത്താൽ നമ്മളെല്ലാവരെയും കർത്താവ് ആരാക്കി തീർത്തിരിക്കുകയാണ്, അടിമകളാക്കി തീർത്തിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, അടിമയായിട്ട് അല്ലെങ്കിൽ ഒരു സെർവന്റ് ആയിട്ടിരിക്കുന്നത് നല്ല കാര്യമാണോ? സെർവന്റ് ആയിരിക്കുന്നത് നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഞാൻ ഇങ്ങനെ പറയട്ടെ, അപ്പോഴെന്റെ മോളുടെ ചോദ്യത്തിന് ഉത്തരവും കൂടി ആകുമെന്ന് ഞാൻ കരുതുക. അടിമകളായിരിക്കുന്നത് നല്ലതായിരിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആരുടെ അടിമയാണ് നമ്മളെന്ന് അറിഞ്ഞിരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ പ്രിയ മാത്തുക്കുട്ടിയങ്ങളും ജോസങ്ങളും ഒക്കെ അവർ പറയും ഞങ്ങള് ആർക്കും സെർവന്റ് ആയിരുന്നു, ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാഫായിരുന്നു പറയും, സെൻട്രൽ ഗവൺമെന്റിന്റെ. അപ്പം ആ സെൻട്രൽ ഗവൺമെന്റിന്റെ സെർവന്റിന് ഗവൺമെന്റ് സെർവന്റ് എന്ന് പറയുന്നതിന് അന്തസ്സുണ്ടോ? ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഗവൺമെന്റ് സെർവന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ സെർവന്റാ. എവിടെയെങ്കിലും പോയി ഒന്ന് ചോദിച്ചാൽ, എവിടെയായിരുന്നു ജോലി എന്ന് ചോദിച്ചാൽ ഉടനെ പറയും ഞാൻ ഗവൺമെന്റിന്റെ സർവീസിലായിരുന്നു പറയുമ്പോൾ വിലയുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ഉത്തരം മനസ്സിലായോ? നമ്മൾ ആരുടെ അടിമയാണെന്നനുസരിച്ചിരിക്കും നമ്മുടെ വില. അപ്പോൾ മനുഷ്യന്റെ അടിമയായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഏത് മനുഷ്യന്റെ അടിമയായിരിക്കുന്നു അനുസരിച്ച് നമ്മുടെ വില ഇരിക്കും. അബ്രഹാമിന്റെ ദാസനെ അബ്രഹാം മെസൊപ്പൊത്താമിയയിലേക്ക് വിട്ട ചരിത്രം നമുക്കറിയാമല്ലോ. അവിടെ പോകുമ്പോൾ അബ്രഹാമിന്റെ ദാസനൊരു അന്തസ്സുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ മറ്റൊരാളുടെ അടിമയല്ല, ഞാൻ ആരുടെ അടിമയാണ്? ഞാൻ അബ്രഹാമിന്റെ അടിമയാണെന്ന് പറയുമ്പോൾ ആ മെസൊപ്പൊത്താമിയയിലേക്ക് ചെല്ലുമ്പോൾ അബ്രഹാമിന് കിട്ടുന്ന മാന്യത ഈ എലയാസെന്ന് കിട്ടിയെങ്കിൽ നമ്മൾ ആരുടെ അടിമയാണെന്നനുസരിച്ചിരിക്കും നമ്മുടെ വില. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഒരു നിസ്സാരക്കാരന്റെ അടിമയായിട്ട് നിന്നാൽ വലിയ വിലയൊന്നും കിട്ടത്തില്ല. ഭാര്യമാരും ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ പണ്ടൊരു കഥ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഭർത്താവിനെ ദാസനായിട്ടൊരു ഭാര്യ വെച്ചിട്ട് ആ വ്യക്തിയുടെ ഭാര്യയായിട്ട് അദ്ദേഹം ജീവിച്ചാൽ ആ ഭാര്യയ്ക്ക് ഉള്ള വില എന്നതാണ് ഒരു ദാസന്റെ ഭാര്യയുടെ വിലയെ കിട്ടത്തുള്ളൂ. നേരെ തിരിച്ച് ഭർത്താവിനെ രാജാവായിട്ട് ഭാര്യ സ്വീകരിച്ചിട്ട് ആ വ്യക്തിയുടെ അടിമയായിട്ട് ഭാര്യ അല്ലെങ്കിൽ ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ രാജാവിന്റെ ഭാര്യയുടെ വില കിട്ടുമെന്ന് പറയുന്ന പോലെ നമ്മൾ ആരുടെ അടിമയാണോ അതനുസരിച്ചിരിക്കും നമ്മുടെ വില. അപ്പൊ മനുഷ്യന്റെ അടിമയായിട്ട് ഇരുന്നാൽ നമുക്ക് വലിയ വിലയൊന്നും കിട്ടത്തില്ല. ഇത് പിശാചിന്റെ അടിമയായിട്ട് ഇരുന്നാലോ വേണ്ട, ഇല്ല, പരിപാടിയേ വേണ്ട എന്നല്ലേ നമ്മൾ പറയുക. പിശാചിന്റെ അടിമയായിട്ടും വേണ്ട, മനുഷ്യന്റെ അടിമയായിട്ടും വേണ്ട, പിന്നെ നമുക്ക് ആരുടെ അടിമയായിട്ട് നിൽക്കാം, ജീവിക്കാം? നല്ല യജമാന്റെ അടിമകളായിട്ട് ജീവിക്കാം. നമുക്ക് വില തരുന്ന യജമാനെ, നമ്മളെ സ്നേഹിക്കുന്ന യജമാനെ, നമ്മളെ ഉൾക്കൊള്ളുന്ന യജമാനെ, ഈ യജമാന്റെ അടിമയായിട്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് വില ഉണ്ട്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഈ സെർവന്റ് എന്നുള്ളതിന് ഗ്രീക്കിൽ 2 വാക്കുണ്ട്. പണ്ടൊക്കെ ഈ 2 കപ്പലുകൾ വരുമായിരുന്നു കൊച്ചിയില്. നമ്മുടെ ഇവിടുന്ന് മിക്കവാറും എല്ലാവരും കാണാനൊക്കെ പോകുമായിരുന്നു. ഒരു കപ്പലിന്റെ പേര് ലോഗോസ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബുക്കുമായിട്ട് വരുന്നതാണ്. ക്രിസ്തീയ ബുക്കുകളൊക്കെ ആയിട്ട് കേരള ആന്റിക്കൊക്കെ അറിയാൻ കാര്യം. അപ്പം ആ കപ്പലിന്റെ പേര് ലോഗോസ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വചനം. മറ്റേ കപ്പലിന്റെ പേരെന്തായിരുന്നു? കൂടുതൽ പേരും ആ കപ്പൽ കാണാനാണ് പോയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഡൂലോസ്. അപ്പം ഡൂലോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് തന്നെയായിരുന്നു. എന്താണെന്നറിയാമോ? അടിമയാണ്. ഡൂലോസ് എന്നൊരു വാക്കുണ്ട് അടിമയ്ക്ക്. സെർവന്റിന് മറ്റൊരു വാക്കുണ്ട് ഡിക്കൺ. ഡീക്കൺസ് എന്ന് പറയുന്നത് സെർവന്റ് എന്നുള്ള വാക്കാണ്. ഡൂലോസ് എന്ന് പറയുന്നത് അടിമ എന്ന് പറയുന്ന
വാക്ക്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും അടിമകളാണ്. നമ്മളെല്ലാവരും അടിമകളാണ്. ഇനി രണ്ടാമത്തെ വേദഭാഗത്തേക്ക് ഞാൻ രണ്ടാമത്തെ ചിന്തയിലേക്ക് പോവുകയാണ്. ഞാനിത് വേദഭാഗത്തേക്ക് പിന്നെയും നിങ്ങളെ ശ്രദ്ധിപ്പിക്കുന്നില്ല, പകരം ഒരുമിച്ച് ചിന്തിക്കാമെന്നുള്ള ചിന്തയാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്, നമുക്കൊരു യജമാനനുണ്ട്. ഒന്ന്, ഞാനൊരു അടിമയാണ്, പക്ഷെ ഞാൻ നിസ്സാരക്കാരനായ അടിമയല്ല, ഞാൻ നല്ല യജമാനന്റെ അടിമയാണ്. രണ്ട്, എനിക്കൊരു യജമാനനുണ്ട്. ഈ എനിക്കൊരു യജമാനനുണ്ടെന്ന് പറയുമ്പോൾ, എനിക്ക് പണ്ടൊരു യജമാനനുണ്ടായിരുന്നു, ആ യജമാനെ ഞാൻ വേണ്ടാന്ന് വെച്ചു, ഇപ്പൊ എനിക്ക് വേറൊരു യജമാനൻ ഉണ്ട് എന്ന് പറയുന്നതായിരിക്കും നമ്മൾ വായിച്ച വേദഭാഗത്തെ അടിസ്ഥാനമാക്കി ഏറ്റവും ഉചിതമായ കാര്യം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. എനിക്ക് പണ്ടൊരു യജമാനനുണ്ടായിരുന്നു, ആ യജമാനന്റെ കയ്യിൽ നിന്ന് വേറൊരു യജമാനൻ എന്നെ മേടിച്ചു, ഇപ്പൊ ഞാൻ പുതിയൊരു യജമാനന്റെ കയ്യിലാണ്. ഇപ്പൊ എന്റെ യജമാനന്റെ പേരെന്താ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് നമ്മുടെ പണ്ടത്തെ യജമാനന്റെ പേരും ഇപ്പോഴത്തെ യജമാനന്റെ പേരും 17-ാം വാക്യം ഒന്ന് നോക്കി. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ. അപ്പൊ പണ്ടത്തെ യജമാനന്റെ പേരിലൂടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങയുടെ പേര് പാപം. ഇനി ഇപ്പോഴത്തെ യജമാനന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഏറ്റവും അവസാനം 22-ാം വാക്യം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. പണ്ടത്തെ യജമാനെ വിട്ടു ഇല്ലേ? പണ്ടത്തെ യജമാനെ വിട്ടു, ഇപ്പൊ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ആനന്ദദാസന്മാരായി തീർന്നിരിക്കുക. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാർ. അപ്പം എനിക്ക് പണ്ടൊരു യജമാനുണ്ടായിരുന്നു, അങ്ങയുടെ പേര് പാപം, ഞാൻ വിട്ടു, അല്ലെങ്കിൽ എന്നെ വിടുവിച്ചു, അദ്ദേഹത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്തു. മഹാത്മാഗാന്ധി അല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഇന്ന് എനിക്കൊരു യജമാനുണ്ട്, ആ യജമാന്റെ പേര് ദൈവം എന്ന യജമാനൻ. ഇനി ദൈവത്തിന്റെ ദാസൻ മാത്രമാണോ കർത്താവ് ദൈവം എഴുതിയിരിക്കുന്നത് നോക്കി? വേറെയും ദാസന്മാരെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് വേറെ ഞാൻ ആരുടെയൊക്കെ ദാസനാണെന്നും കൂടി നമുക്കിവിടെ നോക്കാം. നല്ല കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ആരുടെയൊക്കെ ദാസന 16-ാം വാക്യം. അടുത്ത വാക്യം ബ്രദറെ. അപ്പം ഞാൻ ദൈവത്തിന്റെ ദാസനാണെന്ന് പറഞ്ഞിട്ട് ഇത്തിരി വ്യക്തമായിട്ട് പറയുക, ഞാൻ ആരുടെ ദാസനാണ്? അനുസരണത്തിന്റെ ദാസൻ. ഇനി അടുത്ത ദാസൻ ആരാണെന്ന് നോക്കിക്കേ. 18-ാം വാക്യം. അപ്പം ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ഞാൻ അനുസരണത്തിന്റെ ദാസനാണ്, ഞാൻ മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഇപ്പൊ നമ്മൾ വായിച്ചു, ഞാൻ നീതിക്ക് ദാസനാണ്. അപ്പൊ ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ഞാൻ അനുസരണത്തിന്റെ ദാസനാണ്, ഞാൻ നീതിക്ക് ദാസനാണ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നമുക്ക് ഒരു യജമാനേ ഉള്ളൂ, ആ യജമാനൻ നമ്മുടെ കർത്താവാണ്. പക്ഷെ ഈ യജമാനന്റെ ദാസന്മാരായിരിക്കുമ്പോൾ നമ്മൾ ആരുകൂടിയാണ്? ഞാൻ അനുസരണത്തിന്റെ ദാസനുമാണ്, പിന്നെ ഞാന് നീതിയുടെ ദാസനുമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ദൈവത്തിന്റെ ദാസനായിരിക്കുമ്പോൾ പിന്നെ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി ഒരു വാക്യം കൂടി നിങ്ങളൊന്ന് വായിച്ചാൽ അത് ഇത്തിരി കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. 13-ാം വാക്യം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും ചെയ്ത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും
നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുക. ഓക്കെ. അപ്പം നമ്മുടെ ജീവിതം എന്ത് ജീവിതമാണെന്നറിയാവോ? ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ജീവിതമാണ്. ഈ ദാസൻ, ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളെയൊക്കെ വിളിക്കുന്ന പേര് ബോണ്ട് സെർവൻ്റ് ആണെന്ന് പറയും. എപ്പോഴാണ് നമ്മളൊക്കെ ബോണ്ട് സെർവൻ്റ് ആയത്? പഴയ നിയമകാലത്ത് ഒരാൾ എപ്പോഴാണെന്നറിയാമോ ബോണ്ട് സെർവൻ്റ് ആകുന്നത്? പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. 21-5 ഞാൻ കരുതുകയാണ്. പുറപ്പാട് പുസ്തകം 21-5 വാക്യം. അവിടെ ഞാൻ എന്റെ യജമാനെയും എന്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വർഗനായി ഓർമ്മയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ അടുത്ത വാക്യം കൊണ്ട് വായിച്ചിട്ട് അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊടുത്തെന്ന് കഥകിന്റെയോ കട്ടിളക്കാരിന്റെയോ അടുത്ത് കുത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കൂട്ടി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. ഞാന് ഈ യജമാന്റെ ദാസനായത് എപ്പോഴാണ്? ഞാൻ തീരുമാനിച്ചു 2 കാര്യം. ഇവിടെ ഈ ദാസൻ തീരുമാനിച്ച വാക്കുകൾ എന്തൊക്കെയാ? ഒന്ന് വായിച്ചു നോക്കി. ഞാൻ എന്റെ യജമാനെ, ഇവിടെ എഴുതിയ വാക്യം നമ്മൾ ഒന്നുകൂടെ നോക്കിയാൽ മതി. ഞാൻ എന്റെ യജമാനെയും എന്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു. അപ്പൊ ഈ യജമാന്റെ ഹൃദയത്തിൽ ഒരു വാക്കുമല്ല, ഈ ദാസന്റെ ഹൃദയത്തിൽ ഈ ബോണ്ട് സെർവന്റ് ആകാനുള്ള ഒരു കാര്യം, ഞാൻ എന്റെ യജമാനെ സ്നേഹിക്കുന്നു. ഐ ലവ് മൈ മാസ്റ്റർ. എന്റെ യജമാനോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ എന്റെ യജമാനെ വിട്ട് പോകുന്നില്ലെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഞാൻ ബോണ്ട് സെർവന്റ് ആയത്. ഇനി അടുത്ത വാക്യം കൂടി അങ്ങനെ തന്നെ എഴുതിയിരുന്നു അല്ലേ? ഞാൻ എന്റെ യജമാനെ സ്നേഹിക്കുന്നു. അടുത്തത് എന്താ? ഞാൻ സ്വതന്ത്രനായി പോകില്ല. ഈ യജമാനോട് പറയുക, ഇനി എനിക്ക് വേറെ ഒരു ആരുടെ ആവശ്യമില്ല, ദാസനായിരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ അതുകൊണ്ട് ഞാൻ എന്റെ യജമാനെ സ്നേഹിക്കുന്നു, എന്റെ യജമാനെ വിട്ട് പോവുകയില്ല. എന്ന് പറഞ്ഞാൽ ഈ യജമാനോട് പറ്റിച്ചേർന്നുള്ള ഒരു ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യജമാനെ വിട്ട് നീ ഒരു ജീവിതം എനിക്കില്ല. യജമാനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് തീരുമാനം എടുക്കുന്ന വ്യക്തിയാണ് ആരായിത്തീരുന്നത്? ഒരു ബോണ്ട് സെർവന്റ് ആയിട്ട് മാറുന്നു. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഞാനൊരു ദാസനാണ്. 2, എനിക്കൊരു യജമാനുണ്ട്. അനുസരണത്തിന്റെ ദാസൻ എന്നാണ് എന്റെ പേര്. അനുസരണത്തിന്റെ ദാസനാണ് ഞാൻ എന്ത് ചെയ്യണം? എല്ലാ കാര്യത്തിലും യജമാനെ അനുസരിക്കണം. എല്ലാ കാര്യത്തിലും അനുസരണത്തിന്റെ ദാസനായി തീരുക എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം ഞാൻ ചിന്തിച്ചു നോക്കി. എന്റെ യജമാൻ എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു കാര്യത്തിന്, ഇപ്പം ഞാൻ അബ്രഹാമിന്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ഈ എലയാസറിനെ തന്നെ അബ്രഹാം വിട്ടത്? അതും വെറുതെ വിധമല്ല ചെയ്തേ. കുറെ സ്വർണവും ഒട്ടകവും അതും ഇതൊക്കെ കൊടുത്ത് വലിയ ഉത്തരവാദിത്വം കൊടുത്ത് എലയാസറിനെ അബ്രഹാം വിട്ടെങ്കിൽ കാരണം എന്താ? എലയാസർ ആരായിരുന്നു? അനുസരിക്കുന്ന ദാസനാണ്. യജമാൻ എന്ത് പറഞ്ഞോ അത് അതേപടി അനുസരിക്കാൻ കഴിവുള്ളവനെ വിളിക്കുന്ന പേരാണ് അനുസരണത്തിന്റെ ദാസൻ. 2ാം ദിവസം നമ്മൾ വായിച്ച വാക്കിതായിരുന്നു നീതിയുടെ ദാസൻ. നീതിയുടെ ദാസൻ എന്ന് പറഞ്ഞാൽ എന്താ? നീതിയുടെ ദാസൻ എപ്പോഴാകുന്നതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായിട്ട് സമർപ്പിക്കണം. നേരത്തെ നമ്മുടെ അവയവങ്ങൾ എന്തിന്റെ ആയുധങ്ങളായിരുന്നു? ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി, 13-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുതെന്ന് എഴുതിയിട്ട് പറയുകയാണ്. പിന്നെ നിങ്ങളുടെ അവയവങ്ങൾ എന്തായിട്ട് സമർപ്പിക്കണം?
നീതിയുടെ ആയുധങ്ങളായി എന്തിനു സമർപ്പിക്കണം? ദൈവത്തിന് സമർപ്പിക്കണം. അപ്പം നമ്മുടെ ഓരോ അവയവങ്ങളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നതായിട്ട് കണക്കാക്കണം എന്നാണ് പറയുന്നത്. പണ്ടാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടപ്പോൾ കൂടുതൽ സ്നാനത്തോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. സ്നാനപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു കൈ മാത്രം മുക്കിയില്ലെന്ന് പറഞ്ഞ് ഇത് കേട്ടിട്ടുണ്ട്. ദൈവവചനം അങ്ങനെ പറയുന്നുണ്ടോ? എല്ലാ കൈയും കാലും മൂക്കും തലയും ഒക്കെ എന്ത് ചെയ്തോളണം? സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പാപത്തിന്റെ ആയുധങ്ങളായിട്ട് സമർപ്പിച്ചപ്പോൾ നമ്മുടെ അവയവങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയായിരുന്നു? റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം തുടങ്ങി നോക്കിക്കേ. ഇനി അവര് നമ്മുടെ അവയവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ വായിൽ ശാപവും കൈകൊണ്ടറിയുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും കരുത്തയും അവരുടെ വഴികളിലുണ്ട്. സമാധാനമാർഗം അവർ ആർജിച്ചില്ല. അവരുടെ നെറ്റിയിൽ ദൈവഭയമില്ല. കുറച്ച് അവയവങ്ങള് പാപത്തിന്റെ അടിമയായിരുന്നപ്പോ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എഴുതിയിരിക്കുക. എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നേ? 13 തൊണ്ട തുറന്ന, അതിന്റെ അർത്ഥം എന്താ? തുറന്ന ശവക്കുഴി എന്ന് പറഞ്ഞ വായെടുത്ത നാശമാണ്. ശാപത്തിന്റെയും കയ്പിന്റെയും. നമ്മൾ വായിച്ചല്ലോ, മാർത്ത പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ ഇത് തുറക്കാൻ നോക്കരുത്, തുറന്ന നാശമായി. ഇതാ തുറന്ന ശവക്കുഴിയുടെ അവസ്ഥ. പക്ഷേ ആ തൊണ്ടയെ എന്ത് ചെയ്യണം? ഇനി തുറന്ന ശവക്കുഴി ആക്കി വെക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? അനീതിയിലായതോ ആ തുറന്ന ശവക്കുഴി. ആ തൊണ്ടയെ എന്ത് ചെയ്യണം? അനുഗ്രഹത്തിന്റെ ആ ഒരു ശബ്ദം ഉയരുന്ന തൊണ്ടയായിട്ട് മാറ്റം. എന്റെ തൊണ്ടയിൽ നിന്ന് അനുഗ്രഹത്തിന്റെ നീതിയുടെ ശബ്ദം ഉയരുന്നത് കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? തൊണ്ട ശവക്കുഴി നാവ് കൊണ്ട് ചതിക്കുന്ന നാവ് ആരുടെ ആയുധമാണ്? അനീതിയുടെ ആയുധമാണ്. ഒരു ചതിയും അവരുടെ നാവിലുണ്ടാകാൻ പാടില്ല. പിന്നെയോ സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. എന്നാൽ ദൈവവചനത്തിന്റെ അധരത്തിൽ എന്താ ഉണ്ടാകട്ടെ? സർപ്പവിഷമാണ്. അധരം പലതെന്ന് പറഞ്ഞൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് എന്നതാണ്. പ്രിയമുള്ളവരെ, എന്റെ തൊണ്ട നീതിയുടെ ആയുധമായിട്ട് ഞാൻ സമർപ്പിക്കണം. എന്റെ അധരങ്ങൾ സ്തോത്രത്തിന്റെ ആയുധമായിട്ട് ഞാൻ സമർപ്പിക്കണം. എന്റെ നാവ് ദൈവത്തെ സ്തുതിക്കുവാനുള്ള നാവായി തീരണം. പിന്നെയോ വായിൽ ശാപവും ഏത് വായില? പണ്ടത്തെ അനീതിയുടെ ആയുധമായിട്ടുള്ള വായില. ഇപ്പോഴോ പ്രിയമുള്ളവർ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ശാപമല്ല, അനുഗ്രഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരുന്ന അധരങ്ങളാ ദൈവവചനത്തിന്റെ അധരം. വ്യക്തമായിട്ട് ദൈവവചനത്തിൽ പറയുന്നില്ലേ? 2 പത്രോസ് 3-ാം അധ്യായത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളെ അനുഗ്രഹത്തിനെ വിളിച്ചിരിക്കാൻ അനുഗ്രഹിക്കുന്നവരായി നമ്മൾ ചിലപ്പോഴൊക്കെ മിക്കവാറും പോകുമ്പോൾ നമ്മളൊരു വാക്ക് പറയാറുണ്ട്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒരു ദൈവപൈതൽ മറ്റൊരാളോട് ദൈവം അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കും. കാരണം ദൈവത്തിനും പറയുക, നിന്നെ എന്തിനാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്? അനുഗ്രഹിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. നിന്നെ അനുഗ്രഹിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ശാപവും കയ്പുള്ള വായല്ല, അനുഗ്രഹവും സ്തുതിയുമുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അധരമായിട്ട്, നാവായിട്ട് നിന്റെ നാവ് വായായിട്ട് തീരണം. ഇനി എന്താ എഴുതിയിരിക്കുന്നത്? കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. ദൈവത്തിന്റെ കാലത്തിലാണ് ബന്ധപ്പെടുന്നത്. ഫിലിപ്പിയർ ലേഖനത്തിൽ കാലിന് ചെരുപ്പ് എന്തായിരിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നതാ. സുവിശേഷ ഘോഷണത്തിലുള്ള ഒരുക്കം കാലിന് ചെരുപ്പാണെങ്കിൽ കാലെന്തിനുള്ളതാണ്? വിശുദ്ധ തിരുവചനം എത്ര മനോഹരമായിട്ട് പറയുന്നു, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളില് മനോഹരം.
ഞാൻ പറഞ്ഞല്ലോ, നിന്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുമ്പോൾ ഓരോ അവയവങ്ങളെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്ന എത്ര മനോഹരമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും പറഞ്ഞത്. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഏകദേശം എല്ലാ അവയവങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴ് ഞാൻ ആരാണ്? ഞാനൊരു ദാസനാണ്. എനിക്കൊരു യജമാനുണ്ട്. എന്റെ യജമാന്റെ പേര് ദൈവം എന്ന യജമാനാണ്. എന്റെ യജമാനിന് ഞാൻ ദാസനായിരിക്കുമ്പോൾ ഞാൻ ആരുടെ ദാസനാ? ഞാൻ അനുസരണത്തിന്റെ ദാസനാ, ഞാൻ നീതിയുടെ ദാസനാണ്. ഒരു വാക്കുകൂടി പറഞ്ഞ് എന്റെ വാർത്ത അവസാനിപ്പിക്കുക. എനിക്കൊരു പ്രതിഫലമുണ്ട്. എന്താ എനിക്കുള്ള പ്രതിഫലം? പണ്ടത്തെ ദാസനും പ്രതിഫലമുണ്ട്, ഇപ്പോഴത്തെ ദാസനും പ്രതിഫലമുണ്ട്. പണ്ടത്തെ ദാസനുള്ള പ്രതിഫലം എന്തായിരുന്നു നമ്മൾ വായിച്ചിട്ടുണ്ട്. നോക്കിക്കേ, 21-ാം വാക്യം, റോമർ 6:21. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു? എന്താ ഫലം ഉണ്ടായിരുന്നത്? നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത്. പണ്ടത്തെ യജമാനെ സേവിച്ചുകൊണ്ടിരുന്നപ്പോഴേ, പണ്ടത്തെ യജമാനന്റെ ആയുധമായിട്ട് എന്റെ ജീവിതത്തിലെ അവയവങ്ങളെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴേ, പണ്ടത്തെ യജമാനന്റെ ആയുധമായിട്ട്, അനീതിയുടെ ആയുധമായിട്ട് എന്റെ തൊണ്ടയും എന്റെ നാവും എന്റെ ഹൃദയവും എന്റെ കാലും എന്റെ നോട്ടവും എല്ലാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് കിട്ടുന്ന പ്രതിഫലം അതെന്തായിരുന്നു? ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, നിങ്ങൾക്ക് നാണിച്ചു നിൽക്കേണ്ട ഒരവസ്ഥയായിരുന്നു അന്നുണ്ടായത്. വേറെ കാര്യം എഴുതിയിട്ടുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമാണ്. പണ്ടൊക്കെ യജമാനിക്ക് തരുന്ന ശമ്പളം മരണമാണ്. എന്നാല് ഇന്നത്തെ യജമാനോ, ഈ യജമാനൊരു ശമ്പളം തരും, ഇല്ലേ? നോക്കി 22-ാം വാക്യം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകും. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. യജമാനൻ മടങ്ങി വരും. യജമാനൻ മടങ്ങി വരുമ്പോൾ തിരുവചനത്തിൽ അനേക ദാസന്മാരെ കുറിച്ച് പറയുന്നു. യജമാനൻ മടങ്ങി വരുന്ന ഇതിനു വേണ്ടി അറിയാവോ? തന്നെ കാത്തിരിക്കുന്ന തന്റെ ദാസന്മാർക്ക് പ്രതിഫലം നൽകുവാൻ. പാപത്തിന്റെ ശമ്പളവുമായിട്ട് ജീവിച്ചവർക്ക് മരണമായിരുന്നെങ്കിൽ, പാപത്തിന്റെ വഴിയിൽ ജീവിച്ചവർക്ക് ലജ്ജയായിരുന്നു ഫലമെങ്കിൽ, ഈ യജമാനെ സേവിക്കുന്നവർക്ക് യജമാനൻ വരുമ്പോൾ തരുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ? അതുകൂടി പറഞ്ഞ് എന്റെ വാക്കിൽ അവസാനിപ്പിക്കുക. യജമാനൻ മടങ്ങി വരുന്നവരെ, യജമാനൻ മടങ്ങി വരുമ്പോൾ നമ്മളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. വാക്യങ്ങൾ ഞാൻ വിളിക്കുന്നില്ല. നല്ലവരും വിശുദ്ധനുമായ ദാസൻ. എത്ര മനോഹരമായ പേരാ! ആർക്കാണ് കിട്ടുക നല്ലവരും വിശുദ്ധനുമായ ദാസനാണ്? എല്ലാവർക്കും കിട്ടും. നല്ലവരും വിശ്വസ്തനുമായ ദാസൻ എല്ലാവരും യജമാനൻ വിളിക്കുന്നു. ഒരാളെ വിളിക്കും, ഒരു കൂട്ടരെ വിളിക്കും. യജമാനു വേണ്ടി അധ്വാനിച്ചു വിളിക്കും. നല്ലതിനും വിശ്വസ്തനുമായ ദാസൻ. മറ്റേ ദാസന് വേറെ പേരും കൂടെ വിളിക്കും, ദുഷ്ട. അപ്പൊ ഒന്ന് നല്ലൊരു വിളിക്കുകയും, പിന്നെ അടുത്തൊരു പ്രതിഫലം എന്താണെന്നറിയാവോ? യജമാനൻ അല്പം തന്നപ്പോൾ അതിനെ വിശ്വസ്തയോടെ വിനിയോഗിച്ചവരെ യജമാനൻ വിളിക്കും, പറയും, നിനക്ക് ഞാൻ വേറൊരു പ്രതിഫലം തരാൻ പോവുക. ഞാൻ തന്ന 5 നീ 10 ആക്കിയില്ലേ? നീ എന്ത് ചെയ്യണം? 10 പട്ടണത്തിന് അധികാരിയായി. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കുന്ന. മറ്റൊരു വാക്കുകൂടി പറയുന്നുണ്ട്, അതുകൂടി പറഞ്ഞു മനസ്സിലാക്കാം. നല്ലൊരു വിശ്വസ്തനുമായ ദാസനെ ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. അടുത്ത കാര്യം, ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോകുന്നറിയാവോ? സന്തോഷിക്കാൻ പോവുക. നീയും യജമാനന്റെ സന്തോഷത്തിലേക്ക്. നല്ലൊരു യജമാനാണോ? ഒരു ശ്രേഷ്ഠനായ യജമാനൻ. നമ്മളൊക്കെ അടിമകളാണ്, സ്വയം തീരുമാനിച്ച അടിമത്വം.
ഈ യജമാനെ സ്നേഹിക്കുന്നതുകൊണ്ട് അടിമകളായി തീർന്നത്. ഈ യജമാനെ വിട്ട് വേറൊരു ജീവിതം ഇല്ലാത്തതുകൊണ്ട് അടിമകളായി തീർന്നത്. പണ്ടൊരു യജമാൻ ഉണ്ടായിരുന്നു. ആ യജമാനന്റെ ജീവിതത്തിൽ പുറകെ പോയി നിന്ദിക്കപ്പെട്ട് ജീവിച്ചെങ്കിൽ നല്ല യജമാന്റെ കീഴിൽ വന്ന് അനുസരണത്തിന്റെയും നീതിയുടെയും ദാസന്മാരായി തീർന്നതാണ്. യജമാനൻ നമുക്ക് പ്രതിഫലം നൽകുവാനായിട്ട് പോവുകയാണ്. വരുന്ന വഴിയിൽ നല്ലൊരു വിശുദ്ധമായ ദാസനെ ചെയ്യുകയില്ല. അധികത്തിൽ നമ്മുടെ വിചാരകരാക്കുന്ന അനുഭവം യജമാന്റെ സന്തോഷത്തിൽ കൂടുതൽ സന്തോഷിക്കാൻ സാധിക്കും. ദൈവനാമം മഹത്വപ്പെടുന്നു.